ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗർഭപാത്രം പൂർണ്ണമായി നമ്മൾ നീക്കം ചെയ്യേണ്ടി വരുന്നത്? ശരിക്കും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഒരു കയ്യിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കയ്യിലൊരു ചെറിയൊരു ഒരു ഒരു ഗ്രോത്ത് ഉണ്ടായാൽ നമ്മൾ ആ ഗ്രോത്ത് കളയോ വിരൽ മുറിക്കോ കൈ മുറിക്കോ? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആ ഗ്രോത്ത് മാത്രം എടുത്ത് മാറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗർഭപാത്രത്തിലൊരു മുഴ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ ഗർഭപാത്രം മുഴ എടുത്ത് മാറ്റണം എന്ന് പറയുന്നത്? അത് ശരിയായൊരു ചിന്തയല്ല. പറ്റുമെങ്കിൽ ആ മുഴ മാത്രം എടുത്ത് മാറ്റും. ഓക്കെ, പറ്റില്ലെങ്കിൽ മാത്രം നമ്മൾ ക്യാൻസറാണ്, ചില പ്രത്യേക ആവശ്യങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്, എടുത്തു മാറ്റേണ്ടത്. അതല്ലാതെ വേറൊരു പോംവഴി ഇല്ലാത്ത സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടത്. യൂട്രസിനകത്തുണ്ടാകുന്ന മുഴകൾ മാത്രം എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് റോബോട്ടിക് സർജറിയിലൂടെ നമുക്ക് ആ മുഴ മാത്രം എടുക്കുകയും ആ മുഴ എടുത്ത ശേഷം യൂട്രസിനെ കൃത്യമായിട്ട് പഴയ പോലെ സൂച്ചർ ചെയ്ത് കൃത്യമായി വെക്കാൻ പറ്റുന്നു. രക്തസ്രാവത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നില്ല. റോബോട്ടിക് ആകുമ്പോൾ നമുക്ക് 10 മടക്ക് വലുതായി കാണാൻ പറ്റും, 3D ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് കൃത്യമായി രക്തസ്രാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നന്നായിട്ട് സൂച്ചർ ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായി സ്റ്റിച്ച് ചെയ്ത് പഴയ പോലെ ആക്കി വെക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂട്ടി പറയേണ്ട ഒരു കാര്യം എന്താ, ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്രസിൽ പല 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 ഭാഗത്തായിട്ട് മുഴകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്രസ് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന മുഴകളാണെങ്കിൽ, യൂട്രസിനകത്ത് ക്യാൻസറിൻ്റെ ഒരു സംശയം നമ്മൾ വളരെ കൂടുതലായിട്ട് ഭയക്കുന്നുണ്ടെങ്കിൽ, യൂട്രസിനകത്ത് മുഴകളിൽ ധാരാളം രക്തക്കുഴലുകളും രക്തസ്രാവവും ഒക്കെ ഉണ്ട്. അഡിനോമയോസിസ് എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. അതായത് മുഴകൾക്ക് പകരം യൂട്രസ് മൊത്തം ഒന്നായിട്ട് വീർത്തിരിക്കുന്ന അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ചിലപ്പോൾ യൂട്രസ് മൊത്തമായിട്ടും നീക്കം ചെയ്യുന്നതായിരിക്കും നല്ലത്.